സുഹൃത്തുക്കളെ, കുറേ ദിവസമായി വിചാരിക്കുന്നു ഈ അരിപ്പ ദോശ ഉണ്ടാക്കുന്നതിന്. ഇൻസ്റ്റൻ്റായി മാവുണ്ടാക്കി പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇൻസ്റ്റൻറ്റ് ദോശ എന്നും പറയും. കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടതാണ് ഈ ക്രിസ്പി ദോശ. ഈ ദോശമാവ് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുതരാം. ഈ തലേന്ന് കുതിർത്ത് വെച്ച 3 ഗ്ലാസ് പച്ചരിയും 3 കയ്യിൽ മട്ടരിയുടെ ചോറും അരമുറി തേങ്ങ ചിരകിയതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ ലൂസായി അരച്ചെടുത്താൽ മാവായി. ഇന്ന് 3 പേര് പറമ്പ് കൊത്തലും കിളക്കലും നടത്തുന്നുണ്ട്. അവർക്കും കൂടി ഒരു 10:30 ആകുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അതുകൊണ്ടാണ് ഈസിയായി ചുട്ടെടുക്കാവുന്ന ദോശ 2 പാനിലായി ചുട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ദോശയ്ക്ക് പറ്റിയ നല്ലൊരു കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് എന്താണെന്നും എങ്ങനെയാണെന്നും അറിയണ്ടേ? വ്യത്യസ്തമായി ഒന്നുമല്ല, ഒരു വൻപയർ കറി. കുതിർത്ത് വെച്ച വൻപയറും 3 പച്ചമുളക് അരിഞ്ഞതും 1 സവാള ചെറുതായി അരിഞ്ഞതും 5-6 വെളുത്തുള്ളി അല്ലിയും കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് അടുപ്പത്ത് വെക്കും. വെന്ത പയറിൽ തേങ്ങയും 1 സ്പൂൺ ജീരകവും ചേർത്ത് അരച്ച അരപ്പും ആവശ്യത്തിന് മുളകും ചേർത്തിളക്കി ഒന്ന് തിളപ്പിച്ച് കടുകും കറിവേപ്പിലയും വറുത്തിട്ടാൽ പറമ്പിൽ പണിയെടുക്കുന്നവർക്കും കൂടി കൊടുക്കാൻ പറ്റിയ നല്ല ഊർജം തരുന്ന ഒരു പയർ കറി. എല്ലാവർക്കും കൊടുത്തതിന് ശേഷം 11 മണിയോടെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റും റെഡി. ഈ കോമ്പിനേഷൻ എൻ്റെ ഫേവറേറ്റാണ്. നിങ്ങൾക്കും ഇഷ്ടമായോ? ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്. താങ്ക് യു.